അല്ല ഇവിടെ അടിപൊളി മഴയാണല്ലോ. മോളെവിടെയുള്ളേ? മഴയായിരുന്നു കേട്ടോ ഇവിടെന്ന്. എവിടെയാ മോളിപ്പോളെ? എവിടെയുണ്ട്? പേരാവൂരുണ്ടോ? ആന്റി ഫുഡൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചില്ല. ഇനി ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ടേ കഴിക്കുന്നുള്ളൂ. ചായ കുടിച്ചു ഇച്ചിരി മുമ്പ്. ജലദോഷം ആയതുകൊണ്ട് പ്രിയപ്പെട്ടവളെ നിനക്ക് സലാം എന്നാണ് ഇതിന്റെ അർത്ഥം. സലാം ആണോ? പ്രിയപ്പെട്ടവനെ നിനക്കും സലാം. അങ്ങനെ പറയാം. അങ്ങനെ ഒരു വാക്ക് പഠിച്ചു. പക്ഷെ അത് എഴുതാനൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. കണ്ടാൽ മനസ്സിലാക്കാനേ അറിയത്തുള്ളൂ. അപ്പൊ ഇതുവരെ വന്നവരൊക്കെ സ്ക്രീനിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാനാണോ സുമീറ ഞാൻ പറയണ്ടേ? ഡബിൾ ടാപ്പ് ചെയ്തിട്ട് ലൈക്ക് അടിക്കാനല്ലേ? എനിക്ക് മറന്നു പോകും. അതുകൊണ്ടാ ചോദിച്ചേ. എനിക്ക് സപ്പോർട്ടായിട്ട് വന്നതല്ലേ വന്നാലും ഒന്ന് ലൈവില്. അപ്പൊ ഒത്തിരി സന്തോഷം സുമീറേ. നമ്മുടെ ടീംസ് ഒന്നും ഇന്ന് വന്നില്ലേ ആന്റി? ജിനിലൊക്കെ എവിടെ? എല്ലാരും വരുമെന്നും പറഞ്ഞിട്ട് എന്നെ രാവിലെ തൊട്ടിട്ട് എനിക്ക് എന്നോട് അപ്പുവിന്റെ പെങ്ങളും എല്ലാം പറഞ്ഞു എപ്പോഴാ ഇവരെല്ലാരും എന്നെ പറ്റിക്കുവാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇനി അവര് വന്നില്ലേലും നമുക്കുണ്ടല്ലോ, നമുക്ക് വർത്താനം പറയല്ലേ മോളെ. അവരൊക്കെ വരുന്നോടത്തിലാണോ നമ്മളൊക്കെ വരുന്നത്? അല്ലല്ലോ. അപ്പൊ അവര് വിചാരിക്കുന്നത് നമ്മളില്ലാത്തതുകൊണ്ട് അവര് പോയി. അതുകൊണ്ട് ലിയക്കുട്ടി ഇവിടെ നിന്ന കേട്ടോ. ഇന്ന് എന്നാ ഉണ്ടാക്കിയേ? ലിയമോൾ എന്നാ ഉണ്ടാക്കിയെന്ന്? രണ്ടാമത്തേത് എന്നാ? കൈഫൽ ഖലാക്ക് ഖലാത്തി, എന്റെ ഉമ്മയുടെ സഹോദരി, നിനക്ക് എന്തുണ്ട് വിശേഷം എന്നാണ്. എന്റെ സഹോദര, എനിക്ക് വിശേഷം ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെ എന്നാ ഇച്ചിരി ജലദോഷമൊക്കെ. ലിയാറോയ് സെറ്റ്. ഞാനുണ്ട് ആന്റിക്ക് കൂട്. അല്ല പിന്നെ എന്നോട് ഒന്ന് രണ്ട് പേര് ചോദിച്ചായിരുന്നു ലിയ ഇന്നലെ എന്നാ വേഗം പോയേന്നൊക്കെ. ഞാൻ അന്നേരം പറഞ്ഞു ലിയ ഇന്ന് വരുമെന്ന് പറഞ്ഞു. പിടിച്ചു നിന്നോണം കേട്ടോ. കൂടെ സപ്പോർട്ടിന് നിന്നേക്കണം ലിയ മോളെ. ചെക്കുന് ഇതുണ്ടെന്ന് അതേന്ന് സുമീർ പറയുന്നുണ്ട്. ആ ഓക്കെ, താങ്ക് യു സുമീറേ. പിന്നെ എന്നാ കൊച്ചിന് ഷിഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. 1:30 ആയപ്പോഴത്തേക്ക് എങ്ങാണ്ട് അവന് പോണെന്ന് പറഞ്ഞായിരുന്നു. ഇവിടുത്തെ സമയം ഇപ്പൊ എത്രയാ? അവന് വൈകുന്നേരം അങ്ങനെ ആയിട്ടുണ്ടാവുള്ളൂ. 5:30 മണിക്കൂർ പുറകോട്ടല്ലേ. അപ്പൊ ഇപ്പൊ നമുക്ക് എത്ര മണിയായി ഇവിടെ? 9:45. അത്രയും പുറകോട്ട്. അവൻ രാത്രി ആയിട്ടില്ലല്ലോ. അങ്ങനെ ഇന്ന് എനിക്ക് കുറച്ച് മ്യൂസിക് റെക്കോർഡിങ് പരിപാടി ഉണ്ടായിരുന്നു. മ്യൂസിക്കും ചെയ്യുന്നുണ്ടോ? ആഹാ. സോ ഫുഡ് ഒന്നും കുക്ക് ചെയ്തില്ല ആണോ? മ്യൂസിക്കിന്റെ എന്നാ മോള് ചെയ്യുന്നേ? സുമീർ പിന്നെയും ചിരിച്ചു കാണിക്കുന്നുണ്ട്. മുഖത്ത് ക്ഷീണമുണ്ട് ചെയ്യുന്നത്. ജലദോഷം പിടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ജലദോഷമായിരുന്നു. ജലദോഷം പിടിച്ചിട്ട് എനിക്ക് നേക്കാനും പറ്റുന്നില്ലായിരുന്നു. മറ്റേ നമ്മുടെ രാജി പറഞ്ഞ സമയത്ത് രാജി കിടക്കാൻ പോകാന്ന് പറഞ്ഞിട്ട് ഞാനാ പോയി കിടന്നുറങ്ങിയേ. ഞാൻ പറഞ്ഞില്ല ഇന്നലെ ഇച്ചിരി ലേറ്റ് ആയിട്ട് അച്ചാറൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. രാത്രിയിൽ ഒരു 12 മണിയായിരുന്നു സിനിമയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിള്ളേർക്ക്. ഇന്ന് രാവിലെ അത്യാവശ്യത്തിന്. അപ്പൊ അതുവരെ ഞാൻ ഉറക്കമൊക്കെ ഇളച്ചു. പിന്നെ ജലദോഷത്തിന്റെ കൂടുതലും ഷുഗറിന്റെ മരുന്നും കഴിച്ചിട്ടാന്ന് തോന്നുന്നു. ഇച്ചിരി നന്നായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു ഇന്ന്. പക്ഷെ ശരീരത്തിന് ക്ഷീണമില്ല. മുഖത്തിന് ക്ഷീണമുണ്ടോ? അത്രയും ക്ഷീണമൊന്നും ഇല്ല. ഞാൻ പക്ഷെ ഉച്ചയ്ക്ക് ഇതിലും ഭയങ്കര ക്ഷീണത്തിലൊക്കെ ആയിരുന്നു ഇരുന്നേ. ഞാൻ വിചാരിച്ചു ഇന്ന് ലൈവ് ഒന്നും ചെയ്യാൻ പറ്റിയേലേ, എനിക്ക് നിങ്ങളെ കാണാൻ പറ്റിയേലേ, മിണ്ടാൻ പറ്റിയില്ലെന്നൊക്കെ ഓർത്തായിരുന്നു. പക്ഷെ ദൈവം അനുഗ്രഹിച്ച് വൈകുന്നേരം ആയപ്പം ചാടി ഇങ്ങ് എണീറ്റു. ക്ഷീണവും ഇല്ല, തളർച്ചയും ഇല്ല. എല്ലാവരെയും ലൈവിൽ വന്ന് കാണല്ലോ എന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പം എന്തായാലും അതുകൊണ്ട് കുറച്ചത് നന്നായി. അങ്ങനെ നീ ഇനി ഇന്നലെ എന്നാ കഴിക്കുന്നേ? ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കുമായിരിക്കും അല്ലേ? ഇപ്പൊ എവിടെയുള്ള? ബാംഗ്ലൂരാണോ ഉള്ളത്? അല്ലെങ്കിൽ നാട്ടിലുണ്ടോ? ഇവിടെയുണ്ടോ? എവിടെയുള്ള ഇപ്പം? ഞാൻ അത്യാവശ്യം പാടും ആന്റി. ആണോ? എന്നാ ഒരു പാട്ട് ഇതിനകത്ത് പാടാൻ പറ്റത്തില്ലല്ലേ? സോ ഞാൻ എൻ്റെ ഹോബി ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മ്യൂസിക് പഠിച്ചിട്ട് ഒന്നുമില്ല. ബട്ട് എനിക്കുള്ള ടാലൻസ് ഡെവലപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്. അങ്ങനെ തന്നെ വേണം മുത്തേ. അതാണ്. പഠിക്കൊന്നും വേണ്ട. നമുക്കിപ്പം പഠിക്കാതെ തന്നെ കുറെ കാര്യങ്ങൾ കിട്ടിയല്ലോ. ഞാനും പഠിച്ചു. പക്ഷെ ഞാൻ കളരാഗം പോലെ പാടും. അന്തിക്കടപ്പുറമൊക്കെ പിന്നെ ഒരു ഇതുമില്ലാതെ ഞാൻ ഫുള്ള് പാടി തീർക്കും. അപ്പൊ ഏത് പരിപാടിക്ക് ചെന്ന് കഴിഞ്ഞാൽ എന്നെ എല്ലാവരും അന്തിക്കടപ്പുറം പാടിക്കും. ഞാനത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ സിനിമ ഇറങ്ങിയ സമയത്ത് കാണാതെ പഠിച്ചതാ. അങ്ങനെ ഓട്സ് കഴിച്ചു. ആണോ? നല്ല കാര്യം. 10 മണിക്ക് ഞാൻ പോകും. അതുവരെ ഇവിടെ കാണും. സുമീർ, ഓ